വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് കട്ടൻ ചായ്. അപ്പോൾ ഇന്ന് നമ്മള് നമ്മുടെ സബ്സ്ക്രൈബർ തന്നിട്ടുള്ള ഒരു ചലഞ്ചായിട്ട് ചെയ്യുന്നത്. കമന്റിൽ ഫസ്റ്റ് ആയിട്ടാട്ടോ ഒരു ചലഞ്ച് റെക്കമെൻഡ് ചെയ്യണത്. അപ്പൊ അത് തന്നെ ചെയ്തേക്കാന്ന് എഴുതി. അപ്പൊ ഞാൻ കമന്റ് ഞാൻ താഴെ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കൊടുത്തേക്കാം, പിൻ ചെയ്തിട്ട്. അപ്പോൾ അതൊന്ന് ഫസ്റ്റ് ചെയ്ത് നോക്കാന്ന് കരുതി. അപ്പോൾ നമ്മുടെ ചാലഞ്ചിന്റെ പേര് ഹാങ് ഗാങ് ചാലഞ്ച് എന്നാണ്. അപ്പൊ 3 പേര് വെച്ചാണ് കളിക്കുന്നത്. 3 or 4 എത്ര വേണമെങ്കിലും ആവാം. നമ്മള് 3 പേരും. അപ്പോൾ ഒരാള് ഇതിപ്പോ ഞങ്ങൾ കളിക്കുന്നത് അസുവായിരിക്കും പാറുവായിരിക്കും പറയേണ്ട ആള്. എന്നോട് പറഞ്ഞു തരണം, എന്നെ മനസ്സിലാക്കിക്കണം. സംഭവം ഞാൻ ഒരു പാട്ട് ഇവളുടെ ചെവിയിൽ പറഞ്ഞു കൊടുത്തിട്ട് വാ പൊത്തിപ്പിടിക്കും. പാട്ട് ചെവിയിൽ പറയും, എന്നിട്ട് വാ പൊത്തിപ്പിടിക്കും. വാ പൊത്തിപ്പിടിച്ചിട്ട് ആ പാട്ട് എന്നെ മനസ്സിലാക്കി തന്നെ. അത് വാ യൂസ് ചെയ്യാൻ പാടില്ലാത്തോണ്ടാണ് വാ പൊത്തിപ്പിടിക്കണത്. പറഞ്ഞേ ഇതേപോലെ അപ്പൊ പാടണം, മൂളാൻ പാടില്ല. ഇങ്ങനെ മൂളാൻ പാടില്ല, പാടി തന്നെ ഇങ്ങനെ നാക്ക് വെച്ച് പാടി തന്നെ മനസ്സിലാക്കിക്കണം. അതെ അതെ, അതാണ് നമ്മുടെ ഗെയിം. അപ്പൊ മനസ്സിലാക്കിയിടത്തോളം വെച്ച് ഞങ്ങൾ അത് കളിക്കട്ടെ. എങ്ങനെ ഇരിക്കുമെന്ന് കണ്ടറിയാം. അപ്പൊ ഞങ്ങളുടെ ഗെയിമിലേക്ക് പറയണ ഏതാ പാട്ടെന്ന് ആലോചിക്കുകയാണ്. അധികം ആലോചിച്ച സമയം കളയാണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ട ആദ്യം ഞെട്ടണ്ട, ഇതെന്റെ വീടാണ്. നമ്മൾ വീട് മാറ്റി പിടിച്ചു. അതെ, പാട്ടറിയാം. സാധാരണ ലോങ് വീഡിയോ ഒന്നും എന്റെ വീട്ടിൽ അടിച്ചെടുക്കാറില്ലാത്തതാണ്. അപ്പൊ ഗൈസ് പാട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചലഞ്ച് പോകാം. അപ്പൊ ഞാൻ വാ വത്തി പിടിക്കാൻ മൂളരുത്, വാക്ക് പറയണം. വാക്ക് പറഞ്ഞു തന്നെ മനസ്സിലാവാൻ പാടില്ല. ഓടുന്നത് എന്തേനോ സിമ്പിൾ പാട്ടാണ്. ലാസ്റ്റ് ടൈം കഴിഞ്ഞു. ദൂരേ ഉള്ളൂ കേട്ടോ. ലാസ്റ്റ് ടൈം ഓക്കെ. അതല്ല പാട്ട്. കറക്റ്റ് ട്യൂണില്ല പാടിയത്. അപ്പൊ ഗൈസ് ഈ ഫസ്റ്റ് റൗണ്ടിൽ അസുവിന് മാർക്ക് കിട്ടി. അസു പറഞ്ഞത് അവർക്ക് എനിക്ക് പറഞ്ഞു തരാൻ പറ്റിയില്ല. പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള പാട്ടായിരുന്നു. പക്ഷെ പാടി വന്നപ്പോ വേറെ ഏതൊക്കെയോ ആയിപ്പോയി. അതാണ് അടുത്തത്. ഞാൻ ഗസ് ചെയ്യാൻ പാട്ട് ഞാൻ പറഞ്ഞെടുക്കാം. നീ ചെവിയിൽ പറഞ്ഞെടുക്കാം. പൊസിഷൻ മാറണേ. അപ്പൊ ഗൈസ് പാറു ഇപ്പൊ പാട്ട് കൊണ്ടൊക്കെ പോയി. എന്ത് പാട്ടാണ് അതൊക്കെ പറയട്ടാ. മൂക്ക് പത്തിട്ട് ശ്വാസം പാടല്ല ചിരിക്കാണ്. എനിക്ക് മച്ചാടി എനിക്ക് പാടാ മയത്തിന് പൊത്ത്.
ഇതൊന്നും മതിയോ മൂന്ന് ചാൻസ് ഇല്ല. നിങ്ങൾക്ക് എത്ര ചാൻസ് ഞാൻ തന്നു ഇപ്പൊ ഒരു നിർത്തി നിർത്തി ഒരു മയത്തിൽ പറഞ്ഞാൽ മതി. ഒരു ക്ലൂ തരാം. ഇംഗ്ലീഷ് മലയാളം മലയാളമാണോ പഴയതാണോ പുതിയതാണോ? നമ്മുടെ ഡാൻസ് അല്ലേ ചിരിക്കരുത് 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 ചിരിക്കരുത്. കഴിഞ്ഞു. ഒരു മനസ്സിലാവുള്ള ഒരു പറഞ്ഞ് ബാധിച്ചിരിക്കും. ഞാൻ പറഞ്ഞത് അത് പാടിയിട്ട് വെച്ച് നീട്ടട്ടെ. ഇവിടെ ശ്വാസം കൂടി സിനിമയിലെ പാട്ടാടി. സിനിമയല്ലല്ലോ ഇത്. സിനിമയിലെ പാട്ടാടി. ഇത് മറ്റേ തൃശ്ശൂർ പൂരമാണോ? ഏതൊരു സിനിമയുടെ ഏതാന്ന് വെച്ചാൽ കമന്റ് ചെയ്താ. അപ്പൊ എന്തായാലും പാറുവിന് മാർക്ക് കിട്ടി. ഇത് എനിക്ക് തോന്നുന്നു പറഞ്ഞു എല്ലാവർക്കും മാർക്കാവും. അപ്പൊ ഗൈസ് അടുത്തത് അസുവിനാണ്. ഞാൻ ഗസ് ചെയ്യണം. പറയാം അറിയില്ലേ ലിറിക്സ് വെച്ച് മനസ്സിലാക്കിക്കോളാം. അത് മതി. ബാക്കി കിട്ടിയതല്ലേ. കേട്ടാ തുടങ്ങാം. തുടങ്ങട്ടെ. ഐശ്വര്യായിട്ട് പാട്ടൊക്കെ പറഞ്ഞു അടക്കട്ടെ. പറയാം അങ്ങനെ മുറുക്കി പൊത്തിപ്പിടിക്കണ്ട. ചെറുതായിട്ട് അറിയാം എനിക്ക് പാട്ട് അടിയും കേട്ടാ സിമ്പിളായി പോയി. അപ്പൊ അതെ പാറുവിന് 2 മാർക്ക് കിട്ടി. അവള് പറഞ്ഞു. അപ്പൊ അടുത്ത് ഇനി റൗണ്ട് പോകണം. ഇപ്പൊ 3 റൗണ്ട് ആയില്ലേ? ഒരു റൗണ്ട് കൊണ്ട് പോവാം. 3 അപ്പൊ മൂടാൻ തന്നെ കിട്ടിയില്ല. പുഴയുടെ തീരത്ത് നമ്മൾ ആലുവക്കാരാണ്. നമുക്ക് ഈ പാട്ടൊക്കെ കിട്ടിയില്ലെങ്കിൽ ഇത് മോശമാണ്. അപ്പൊ കഴിക്കും 2 മാർക്ക്. 2 മാർക്ക് എന്റെ 1 മാർക്ക് അധികം ഉണ്ടായത്.
അപ്പൊ ഗൈസ് എനിക്കൊരു മാർക്കായി. എനിക്ക് ഒരു മാർക്ക് ഉണ്ടല്ലേ? 2 മാർക്ക് ലീഡിലാ. ടിൻ 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 ഓക്കെ ഓക്കെ. ഇത് ഫൗളാണ്. എനിക്ക് ചിരി വരുന്നു പെട്ടെന്ന്, പാടാൻ പറ്റുള്ള. ഇത് മനസ്സിലാക്കി ചിരിക്കണ്ടേ? ഇത്ര മുറുക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ പാടുന്നുണ്ടോ എനിക്ക് മനസ്സിലാവൂലോ. കിട്ടളേ കിട്ടീനടി മത്തി, ഇത്രയും സിമ്പിളാക്കി തന്നിട്ട്. പുതിയതാണോ പഴയതാണോ? വീട്ടിലോ? ഇതാണ് കഷ്ടപ്പെട്ട് പാടുന്നത്. അതേ പാടും. എങ്ങനെയുണ്ട്? കൊള്ളാം. എനിക്കിപ്പോ എനിക്ക് മാർക്ക് കിട്ടിയില്ലേ? എനിക്ക് മാർക്ക് കിട്ടി. 2 മാർക്ക്. കുറച്ചായിരിക്കും. എവിടെയായിരിക്കും? അടച്ച് ഞങ്ങ അവിടെ പോയി മാറി പറിച്ച് ടഫ് വേണ്ട, കിട്ടൂല. വാഴടക്കണി വാഴടക്കണി. കാണിക്കരുത്. നമുക്കൊരു 3 മാർക്ക് ആവരുത്, നമ്മൾ ജയിക്കും. പോട്ട് പോട്ട് പോട്ട്. അയ്യോ അയ്യോ മറ്റേ വീട്ട് കയ്യടിക്കരുത്, കയ്യടിക്കരുത്. അയ്യോ കൈ ശരിക്കും കിട്ടി. മറ്റേ നമ്മുടെ ഡാൻസ് പാട്ടല്ലേ അതാ തോന്നുന്നു. അയ്യോ 1 2 3 4 5 6 7 8 9 10. കറക്റ്റായിട്ട് റിലിക്സ് അറിയില്ല. എടി സ്റ്റെപ്പ് അത് കാണിക്കണ്ടേ? അവക്കൊക്കെ പാട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചലഞ്ച് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. നല്ലൊരു ചലഞ്ച് ഞങ്ങളായിട്ട് ഞങ്ങൾ നശിപ്പിച്ച് കോളാക്കി കൈ തന്നിട്ടുണ്ട്. എന്തായാലും കമന്റ് ചെയ്തതല്ലേന്ന് വെച്ചോണ്ട് ചെയ്തതാണ്. പക്ഷെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു ഈ ഒരു ചലഞ്ച്.
പാടച്ചിട്ട് നമുക്ക് പാടും. നമ്മ വിചാരിക്കോ സിമ്പിൾ പാട്ട്, പക്ഷെ പാടാൻ ഭയങ്കര നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ വെറുതെ ടൈം പാസിനൊക്കെ ചെയ്യണെങ്കിൽ നല്ല അടിപൊളി ഗെയിം ആട്ടാം. 3-4 പേര് കൂടി ഇപ്പൊ 3 പേരാകുമ്പോ പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു. ഇത് കുറച്ച് പേരുണ്ടൊരു അത്യാവശ്യം പേരുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഗെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് ചലഞ്ച് ഇവിടെ അവസാനിപ്പിച്ചു. പിന്നെ പ്രത്യേകമായിട്ട് എടുത്ത് പറയാനായിട്ട് കുറെ പേരൊക്കെ വന്നിട്ട് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണാൻ നല്ല കോമഡിയാണ്, നല്ല രസമുണ്ട്, എന്നിട്ട് വന്ന ഇങ്ങനെ കണ്ടിരിക്കാൻ നല്ല ടൈം പാസ് ആണ് എന്നൊക്കെ പറഞ്ഞ് നല്ല നല്ല കമന്റുകൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് നേരിട്ടും കുറെ പേര് ഞാൻ അത്യാവശ്യം പേര് നല്ല നല്ല വീഡിയോസ് വരുന്നവരുണ്ട്. എന്തായാലും സപ്പോർട്ട് ചെയ്യാ, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, കമന്റ് ചെയ്യാ, ചെയ്യണം. എന്നാലാണ് ഞങ്ങൾ ഇടുന്ന വീഡിയോസ് അപ്പൊ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇതേപോലത്തെ ചലഞ്ചുകൾ ഇനി ഇടാം. അതേപോലെ തന്നെ ഇപ്പൊ ചെയ്തു കൂട്ട് തന്നെ കമന്റ് ചെയ്ത് തന്നെ ഞങ്ങൾ ആ ചലഞ്ചുകൾ ചെയ്തു നോക്കാനായിരിക്കും. പിന്നെ ഹൂ നോസ് മീ ബെറ്റർ അടുത്ത പാർട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതടുത്തതായിട്ട് പിന്നെ അടുത്തത് അസുവിന്റെ ഹൂ നോസ് മീ ബെറ്റർ ആയിരിക്കും. അത് ഇനി പാറുവിട്ട് അപ്പൊ ഓരോന്നോരോന്നിടാം. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ.